തൃശൂർ അകമല മാരാത്തുകുന്നിലെ മണ്ണിടിച്ചിലിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ജില്ലാ ജിയോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഉരുൾപൊട്ടലിന് സമാനമായ മഡ് ഫ്ലോ പ്രതിഭാസം പ്രദേശത്ത് കണ്ടെത്തിയിരുന്നു. സുരക്ഷാ നടപടികളുടെ ഭാഗമായി ഇവിടെ നിന്ന് ഒഴിപ്പിച്ച 22 കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പിൽ തുടരുകയാണ്. തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എന്താണ് മറ്റ് വിവരങ്ങൾ? വീണ, ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തു നിന്നും ദുരന്ത നിവാരണ അതോറിറ്റിയിലെ സംസ്ഥാന ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ മാരാത്തുകുന്നിലെത്തി പരിശോധനകൾ നടത്തിയത്. നേരത്തെ തന്നെ ഇത്തരത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയിരുന്ന ഒരു പ്രദേശമാണ് തൃശൂർ ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് അകമലയിലെ മാരാത്തുകുന്ന്. 82ഓളം കുടുംബങ്ങളെ ഇവിടെ നിന്നും കനത്ത മഴ പെയ്ത അതിതീവ്ര മഴ പെയ്ത സമയത്ത് ഒഴിപ്പിച്ചിരുന്നു. ഇവരിൽ തന്നെ ഒരു വീട് പൂർണ്ണമായും നശിച്ച ഒരു സാഹചര്യമാണ് മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായത്. അതോടൊപ്പം തന്നെ 22 കുടുംബങ്ങൾ ഈ പ്രദേശത്തേക്ക് അടുത്ത കാലത്ത് മടങ്ങി എത്തേണ്ടെന്നും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ശക്തമാക്കണമെന്നുമുള്ള മുന്നറിയിപ്പും ജില്ലാ ജിയോളജി വകുപ്പ് നൽകിയ പശ്ചാത്തലത്തിലായിരുന്നു ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളെ കുറിച്ച് പഠിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ എത്തിയത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി എത്തിയ ഉദ്യോഗസ്ഥർ 2 മണിക്കൂറിലേറെ സമയമെടുത്താണ് പ്രദേശത്ത് പരിശോധനകൾ നടത്തിയത്. മണ്ണിടിഞ്ഞ് ഒരു വീട് പ്രദേശത്തെ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ബാക്കിയുള്ള വീടുകൾക്ക് അപകട ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഗുരുതരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുകൂടി പരിശോധിക്കുന്നതിന് അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ എത്തിയത്. അല്പസമയങ്ങൾക്കകം ജില്ലാ കളക്ടറുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികളുമായും ഈ ഉദ്യോഗസ്ഥ സംഘം കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും ഇവർ നടത്തിയ പരിശോധനയുടെ വിശദാംശങ്ങൾ വ്യക്തമാവുക. വീണ, ശരി. തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ലെവിൻ കെ വിജയൻ.